നമസ്കാരം. ഇവർക്കും ഡെയിലി ന്യൂസ് എന്ന സെഷനിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ് ആണ്. ഇന്നത്തെ ന്യൂസ് പേപ്പർ ഫ്രണ്ട് പേജിലെ ഫസ്റ്റ് ആർട്ടിക്കിളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സുപ്രീം കോടതി സെറ്റ്സ് അസൈഡ് റിലീസ് ഓഫ് 11 ലൈഫ് കൺവിക്ട്സ് ഇൻ ബിൽക്കിസ് ബാനോ കേസ് എന്നുള്ളതാണ് ഈ ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു ആർട്ടിക്കിൾ ജനറൽ സ്റ്റഡീസ് പേപ്പർ ടു ഇന്ത്യൻ പൊളിറ്റിയുടെ പോയിന്റ് ഓഫ് വ്യൂലായിരിക്കും നമ്മൾ എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂ ഈ ആർട്ടിക്കിളിനെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ആർട്ടിക്കിളിന്റെ ബേസിക് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2002 ഗുജറാത്തിലുണ്ടായ ഒരു ട്രെയിൻ അറ്റാക്കുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഏകദേശം 50-55ഓളം ആളുകൾക്ക് ഈ പറഞ്ഞ പോലെ ജീവൻ നഷ്ടപ്പെട്ട ഒരു ട്രെയിൻ അറ്റാക്ക് കൂടി, റണ്ണിംഗ് ട്രെയിൻ അറ്റാക്ക് കൂടിയായിരുന്നു അന്ന് 2002 ഗുജറാത്തിലുണ്ടായിരുന്നു. സോ ആ ഒരു ഇൻസിഡന്റിൽ നമ്മൾ ഇന്ന് ഈ കേസിൽ വായിക്കാൻ സാധിക്കുന്നത് ബിൽക്കിസ് ബാനോ എന്ന് പറയുന്ന സ്ത്രീക്ക് ഈ പറഞ്ഞ പോലെ അവരുടെ ഉറ്റവരെയൊക്കെ തന്നെ നഷ്ടപ്പെട്ട ഒരു ഇൻസിഡന്റ് കൂടിയായിരുന്നു. 2 മാസം മാത്രം പ്രായമായ കുട്ടിയെ പോലും ഈ പറഞ്ഞ പോലെ ആ ഒരു അറ്റാക്കിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല ദിസ് ബിൽക്കിസ് ബാനോ വാസ് ബ്രൂട്ടലി റേപ്പ് ചെയ്യപ്പെട്ടതും ഒരു ഇൻസിഡന്റ് കൂടിയായിരുന്നു ആ 2002 ആ ട്രെയിൻ അറ്റാക്കിനകത്ത്. സോ എന്തായാലും ആ ഒരു ഇൻസിഡന്റിനെ ചോദ്യം ചെയ്തുകൊണ്ട് ബിൽക്കിസ് ബാനോ പിന്നീട് ഈ പറഞ്ഞ പോലെ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിൽ കേസ് ഫയൽ ചെയ്യുകയും ആ കേസിന്റെ ഒക്കെ പശ്ചാത്തലത്തിലാണ് പിന്നീട് ഈ പറഞ്ഞ പോലെ 11 കുറ്റവാളികൾ ഈ പറഞ്ഞ പോലെ ഐഡന്റിഫൈ ചെയ്ത് അവരെ ലൈഫ് ഇംപ്രസൺമെന്റിന് വേണ്ടിയിട്ട് ശിക്ഷ വിധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ പറഞ്ഞ 2022 കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം 2022 ഓഗസ്റ്റ് മാസത്തിൽ നമ്മുടെ ആസാദി കാ അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായിട്ട്, അതായത് നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികത്തിന്റെ ഭാഗമായിട്ട് കുറേയധികം പ്രിസണേഴ്സിനെ ഈ പറഞ്ഞ പോലെ തുറന്നു വിട്ടിട്ടുണ്ട്. പ്രിസണേഴ്സിനെ ഈ പറഞ്ഞ പോലെ ഫ്രീ ആക്കിയിട്ടുണ്ടായിരുന്നു. സോ അതിൽ ഈ പറഞ്ഞ പോലെ ഈ ഒരു ബിൽക്കിസ് ബാനോ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട 11 വ്യക്തികൾക്കും ഈ പറഞ്ഞ പോലെ അവർക്ക് എന്ത് ചെയ്തു, അവരുടെ കുറ്റങ്ങളെല്ലാം തന്നെ വിമുക്തരാക്കി അവരെ റെമിഷൻ ചെയ്ത് ഈ പറഞ്ഞ പോലെ പുറത്തേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു. അതിനെ ചോദ്യം ചെയ്തുകൊണ്ടിട്ട് ഈ പറഞ്ഞ പോലെ പിന്നീട് ബിൽക്കിസ് ബാനോ ഗുജറാത്ത് ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയും, പക്ഷേ ഗുജറാത്ത് ഹൈക്കോടതി അവരെ ആ ഒരു കൺവിക്സിനെ സെറ്റ് ഫ്രീ ആക്കിയ ആ ഒരു നടപടി ഈ പറഞ്ഞ പോലെ ശരിവെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ വീണ്ടും അതിനെ അപ്പീൽ ചെയ്ത് ബിൽക്കിസ് ബാനോ സുപ്രീം കോടതിയിൽ പോവുകയും സുപ്രീം കോടതിയിൽ നിന്നാണ് ഇന്നലെ ബേസിക്കലി ആ ഒരു വിധി വന്നിരിക്കുന്നത്. ആ ഒരു 11 കൺവിക്സിന് ഈ പറഞ്ഞ പോലെ സെറ്റ് അസൈഡ് ഫ്രീ ആക്കി വെച്ച ആ നടപടി ഈ പറഞ്ഞ പോലെ ഫ്രീസ് ചെയ്യുക, അല്ലെങ്കിൽ ആ നടപടി തള്ളിക്കളയണം എന്ന് പറഞ്ഞുകൊണ്ടിട്ട് വീണ്ടും അവരെ ഈ പറഞ്ഞ പോലെ ജയിലിൽ തന്നെ അടയ്ക്കണം എന്ന രീതിയിലേക്ക് സുപ്രീം കോടതി ഇന്നലെ വിധി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. സോ എന്താണ് ഇതാണ് ഇതിന്റെ ആ ഒരു വാർത്തയുടെ ബേസിക് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ റെമിഷൻ. കാരണം ഇപ്പോൾ ആ ഒരു 11 കൺവിക്സിന് ഈ പറഞ്ഞ പോലെ റെമിഷൻ ചെയ്ത നടപടിയാണ് സുപ്രീം കോടതി ഇന്നലെ തള്ളിക്കളഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്താണ് റെമിഷൻ എന്നുള്ള കാര്യമാണ് ഈ ഒരു ആർട്ടിക്കിളിൽ നിന്ന് പ്രധാനമായിട്ട് നമ്മൾ എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂ മനസ്സിലാക്കേണ്ടത്. സോ റെമിഷൻ ഇസ് എ കംപ്ലീറ്റ് എൻഡിങ് ഓഫ് എ സെന്റൻസ് അറ്റ് എ റെഡ്യൂസ്ഡ് പോയിന്റ് ആണ്. അതായത് ഈ പറഞ്ഞ പോലെ ലൈഫ് ഇംപ്രസൺമെന്റ് ഒക്കെ വിധിക്കപ്പെട്ട വ്യക്തികൾക്ക് ഈ പറഞ്ഞ പോലെ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡ് ഒക്കെ കഴിയുമ്പോൾ, നിങ്ങൾ പലപ്പോഴും നമ്മൾ വാർത്തയിലൊക്കെ കേട്ടിട്ടുണ്ടാവും, നല്ല നടപ്പ് ഈ പറഞ്ഞ പോലെ മറ്റ് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടാക്കാതെ അത്യാവശ്യം കുറെ നാൾ ഈ പറഞ്ഞ പോലെ മര്യാദയ്ക്ക് ജയിലിലൊക്കെ കഴിയുന്ന വ്യക്തികൾക്ക് പലപ്പോഴും ഈ പറഞ്ഞ പോലെ അവരുടെ ശിക്ഷാവിധിയിൽ ഇളവുകളൊക്കെ കൊടുക്കാറുണ്ട്. മേ ബി അവരുടെ പ്രായവും അല്ലെങ്കിൽ അവരുടെ ആ ഒരു ക്യാരക്ടറൊക്കെ പരിഗണിച്ചിട്ട് മേ ബി ഈ പറഞ്ഞ പോലെ അവരുടെ ശിക്ഷ ചിലപ്പോൾ കംപ്ലീറ്റ്ലി തന്നെ ഒഴിവാക്കി വിടാറുണ്ട്. സോ അങ്ങനെ ഒരു രീതിയായിട്ട് നമുക്ക് പറയേണ്ടി വരും റെമിഷൻ എന്ന് പറഞ്ഞാൽ. സോ റെമിഷൻ ഇസ് എ കംപ്ലീറ്റ് എൻഡിങ് ഓഫ് എ സെന്റൻസ് അറ്റ് എ റെഡ്യൂസ്ഡ് പോയിന്റ്. സോ റെമിഷൻ ഇസ് ഡിസ്റ്റിങ് ഫ്രം ദ ബോത്ത് ഫർലോ ആൻഡ് പരോൾ. നമ്മൾ പലപ്പോഴും പരോൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാർത്തകൾ കേൾക്കാറുണ്ട്. പരോൾ എന്ന് പറയുമ്പോഴേക്കും ആ ഒരു ശിക്ഷാവിധിക്ക് ഇടയിൽ ഈ പറഞ്ഞ പോലെ കുറച്ച് നാളത്തേക്ക് ഈ പറഞ്ഞ പോലെ പുറത്ത് പോയി വരാനായിട്ടുള്ള, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്വന്തം വീട്ടുകാരെയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാനായിട്ടുള്ള ഒരു സമയമാണ് ആ പരോൾ എന്ന് പറയുവാണെങ്കിൽ. പക്ഷെ അല്ലാണ്ട് ആ എൻറ്റയർ ആ ഒരു ശിക്ഷ ക്യാൻസൽ ചെയ്യുന്നതല്ല പരോള്. പക്ഷെ ഇവിടെ റെമിഷൻ എന്ന് പറയുവാണെങ്കിൽ ഇറ്റ്സ് ഓപ്പോസ് ടു ബ്രേക്ക് ഫ്രം പ്രിസൺ ലൈഫാണ്. പ്രിസൺ ലൈഫിൽ നിന്നും ഒരു ബ്രേക്ക് ആണ് ഈ പറഞ്ഞ പോലെ. അത് കംപ്ലീറ്റ്ലി ഒരു ബ്രേക്ക് എന്ന് പറയേണ്ടി വരും ആ ഒരു റെമിഷൻ എന്ന് പറയുന്നത്. സോ ഇൻ റെമിഷൻ ദ നേച്ചർ ഓഫ് ദ സെന്റൻസ് റിമെയിൻസ് അൺടച്ച് വൈൽ ദ ഡ്യൂറേഷൻ ഈസ് റെഡ്യൂസ്. മേ ബി ഈ പറഞ്ഞ പോലെ ലൈഫ് ഇംപ്രിസൺമെന്റ് വെച്ചിരുന്ന വ്യക്തികൾക്ക് റെമിഷന്റെ ഭാഗമായിട്ട് ആളുടെ ഈ പറഞ്ഞ പോലെ ശിക്ഷാവിധി ഒരു 5 വർഷം അല്ലെങ്കിൽ 6 വർഷത്തേക്കായിട്ട് വെട്ടിച്ചുരുക്കാറുണ്ട്. ആ ഒരു ശിക്ഷയുടെ നേച്ചറിന് മാറ്റം വരാറില്ല, ബട്ട് ആ ഒരു ടെന്യൂറിന് ബേസിക്കലി മാറ്റം കൊണ്ടുവരാറുണ്ട്. ആ ഒരു സമയത്തിന് മാറ്റം കൊടുത്തിട്ട് പിന്നെ അവരെന്ത് ചെയ്യുന്നത്, പുറത്തേക്ക് പറഞ്ഞ പോലെ ഫ്രീ ആക്കി വിടാറുണ്ട്. ആൻഡ് ദ റെസ്റ്റ് ഓഫ് ദ സെന്റൻസ് നീഡ് നോട്ട് ബി അണ്ടർഗോൺ. ഇപ്പം 14 വർഷത്തേക്ക് ഒരു തടവാണെങ്കിൽ ബേസിക്കലി 7 വർഷം കഴിഞ്ഞപ്പോൾ അത് റെമിഷൻ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ആ ഒരു 7 വർഷം അവിടെ നിൽക്കേണ്ട, ആൾക്ക് പുറത്തേക്ക് പോകാം എന്ന രീതിയിൽ കൊടുക്കുന്നതാണ് റെമിഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദ എഫക്ട് ഓഫ് ദ റെമിഷൻ ഈസ് ദാറ്റ് ദ പ്രിസണർ ഈസ് ഗിവൺ എ സർട്ടൺ ഡേറ്റ് ഓൺ വിച്ച് ഹി ഷാൽ ബി റിലീസ് ആൻഡ് ഇൻ ഐസ് ഓഫ് ദ ലോ ഹി വുഡ് ബി എ ഫ്രീ മാൻ. അതായത് ആ ഒരു പർട്ടിക്കുലർ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളെ ഈ പറഞ്ഞ പോലെ ഫ്രീ ആക്കി വിടും, പിന്നെ ആൾ കുറ്റവാളിയായിട്ട് കണക്കാക്കാറില്ല. ഹൗവർ ഇൻ കേസ് ഓഫ് ബ്രെച്ച് ഓഫ് എനി ഓഫ് ദ കണ്ടീഷൻസ് റെമിഷൻ പ്രകാരം ആളെ പുറത്തേക്ക് വിടുമ്പോൾ കുറച്ച് കണ്ടീഷൻസ് ഒക്കെ പറഞ്ഞാണ് വിടാറുള്ളത്. ആ കണ്ടീഷൻസിൽ ഏതെങ്കിലും ലംഘിക്കപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആളുടെ ആ ഒരു റെമിഷൻ ക്യാൻസൽ ചെയ്യപ്പെടും. വീണ്ടും ഈ പറഞ്ഞ പോലെ ജയിലിലേക്ക് പോകേണ്ടി ഇട വന്നേക്കും എന്നുള്ളൊരു കാര്യം കൂടി ഓർത്ത് വെച്ചേക്കാം. ആൻഡ് ദെൻ ഇതിന് വേണ്ടുന്ന എലിജിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഈ പറഞ്ഞ പോലെ വുമൺ ആൻഡ് ട്രാൻസ്ജെൻഡർ കൺവിക്സ് ഓഫ് 50 ഇയേഴ്സ് ഓഫ് ഏജ് ആൻഡ് മെയിൽ കൺവിക്സ് ഓഫ് 60 ഇയേഴ്സ്. അതായത് ഈ പറഞ്ഞ പോലെ സ്ത്രീകളോ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിപ്പെട്ട ആളുകളാണെങ്കിൽ 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണെങ്കിൽ ആൾക്ക് എന്തിനു വേണ്ടി അപേക്ഷിക്കാം, ഈ റെമിഷന് വേണ്ടിയിട്ട് അപേക്ഷിക്കാം. ഇനി മെയിൽ കൺവിക്സ് ആണെങ്കിൽ 60 വയസ്സിന് മുകളിലുള്ള ആളുകളാണെങ്കിലും അവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും.
സാധിക്കും. ആൻഡ് ദേ ഷുഡ് ഹാവ് കംപ്ലീറ്റഡ് 50% ഓഫ് ദ ടോട്ടൽ സെന്റൻസ്. അതായത് ശിക്ഷ വിധിച്ച കാലയളവിന്റെ പകുതിയിൽ അധികമെങ്കിലും കംപ്ലീറ്റ് ചെയ്തിരിക്കണം. പിന്നെ ഈ പ്രായത്തിന്റെ കാര്യവും ഓക്കെ ആയിരിക്കണം. പീരീഡ് വിത്തൗട്ട് കൗണ്ടിങ് ദ പീരീഡ് ഓഫ് ജനറൽ റിമിഷൻ ഏൺ. ഓക്കെ. ദെൻ ഫിസിക്കലി ചലഞ്ചഡ് ഓർ ഡിസേബിൾഡ് കൺവിക്ട്സ് വിത്ത് 70% ഡിസേബിലിറ്റി ആൻഡ് മോർ ഹു ഹാവ് ഫിനിഷ്ഡ് 50% ഓഫ് ദെയർ ടോട്ടൽ സെന്റൻസ് പീരീഡ്. അപ്പോൾ അവിടെയും ഈ പറഞ്ഞ ടോട്ടൽ സെന്റൻസ് പീരീഡ് ഈ പറഞ്ഞ പോലെ 50% പൂർത്തിയാക്കിയിരിക്കണം. ദെൻ ഫിസിക്കലി ചലഞ്ചഡ് ഓർ ഡിസേബിൾഡ് കൺവിക്ട്സ് ആണെങ്കിലും ഈ പറഞ്ഞ പോലെ അവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. ഫിസിക്കലി ചലഞ്ചഡ് ഓർ ഡിസേബിലിറ്റി എന്നൊക്കെ പറയുമ്പോൾ 70% ഡിസേബിലിറ്റി അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഡിസേബിലിറ്റി ആണ് ഉദ്ദേശിക്കുന്നത്. ദെൻ പുവർ ഓർ ഇൻഡിജന്റ് പ്രിസണേഴ്സ് ഹു ഹാവ് കംപ്ലീറ്റഡ് ദെയർ സെന്റൻസ് ബട്ട് ആർ സ്റ്റിൽ സ്റ്റക്ക് ഇൻ ജയിൽ ഡ്യൂ ടു നോൺ പേയ്മെന്റ് ഓഫ് ഫൈൻ ഇമ്പോസ്. ഇപ്പോൾ പലപ്പോഴും 14 വർഷം തടവ്, 2 ലക്ഷം രൂപ ഫൈനും ഇങ്ങനെയൊക്കെ ഈടാക്കാറുണ്ടല്ലോ. എന്നിട്ട് നമ്മൾ പലപ്പോഴും വാർത്തയിൽ കേൾക്കാറുണ്ട് ഈ 2 ലക്ഷം രൂപ ഫൈൻ അടയ്ക്കുന്നില്ല എങ്കിൽ മേ ബി 2 or 3 ഇയേഴ്സും കൂടെ അവർക്ക് എക്സ്ട്രാ ജയിലിൽ കഴിയേണ്ടി വരും എന്ന രീതിയിലേക്കും കേസുകളിൽ വിധി പ്രഖ്യാപിക്കാറുണ്ട്. ഇനി ഇവിടെ ആ ഒരു ജയിൽ സെന്റൻസ് ഒറിജിനൽ 14 വർഷം കഴിഞ്ഞു, പിന്നീട് ആ എക്സ്ട്രാ ഈ പറഞ്ഞ പോലെ ഫൈൻ അടയ്ക്കാൻ കഴിവില്ലാത്തതുകൊണ്ടിട്ടാണ് എക്സ്ട്രാ അവരവിടെ കഴിയുന്നതെങ്കിൽ ആ ഒരു കാര്യത്തിലും അവർക്ക് എന്തിനുള്ള എലിജിബിലിറ്റി ഉണ്ടാവും? റെമിഷനുള്ള എലിജിബിലിറ്റി ഉണ്ടായിരിക്കും എന്നുള്ളൊരു പോയിന്റും ഓർത്ത് വെച്ചേക്കാം. അപ്പോൾ ഈ 3 കാറ്റഗറി കൃത്യമായിട്ട് ഓർത്തിരിക്കണം. ഇനി അടുത്താണ് കൺവിക്റ്റഡ് പ്രിസണേഴ്സ് ഹു ഹാവ് കംപ്ലീറ്റഡ് 2/3 ഓഫ് ദെയർ ടോട്ടൽ സെന്റൻസ് പീരീഡ്. ഇപ്പൊ നമ്മളിവിടെ പറഞ്ഞ ആദ്യത്തെ 2 നോക്കുവാണെങ്കിൽ ആദ്യത്തെ ഫസ്റ്റ് വൺ നോക്കുവാണെങ്കിൽ ഏജിന്റെ ഒരു കാര്യം കൃത്യമായിട്ട് പറയുന്നുണ്ട്. പിന്നെയാണ് സെന്റൻസ് ടേം 50% എങ്കിലും മിനിമം വേണമെന്ന് പറയുന്നത്. എന്നാൽ ഇനിയുള്ള 4ാമത്തെ പോയിന്റ് നോക്കുവാണെങ്കിൽ കൺവിക്റ്റഡ് പ്രിസണേഴ്സ് ഹു ഹാവ് കംപ്ലീറ്റഡ് 2/3 ഓഫ് ദെയർ ടോട്ടൽ സെന്റൻസ് പീരീഡ്. ടോട്ടൽ ശിക്ഷാവിധിയുടെ 66% കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അവർക്ക് ഇതിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാൻ സാധിക്കും. ദെൻ ടെർമിനലി ഇൽ കോൺവിക്സിനും അപേക്ഷിക്കാനായിട്ട് സാധിക്കും. അതേപോലെ ഇൻഡിവിജ്വൽസ് ഹു കമ്മിറ്റഡ് ആൻ ഒഫൻസ് അറ്റ് ആൻ യങ് ഏജ് 18 to 21 years of age and with no other criminal case against them and who have completed 50% of their sentence period would also be eligible for the remission. 18 മുതൽ 21 വയസ്സിനിടയിൽ ഈ പറഞ്ഞ പോലെ കുറ്റവാളിയാകേണ്ടി വന്ന വ്യക്തികളും അതിനുശേഷം ഈ പറഞ്ഞാൽ അവർക്കെതിരായിട്ട് കേസോ കാര്യങ്ങളൊന്നും ഫർദർ പോൺ വന്നിട്ടുമില്ല. ദെൻ അവർ ഓൾറെഡി അവരുടെ സെന്റൻസ് പീരീഡ് 50% പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിലും അവർക്കും എന്ത് ചെയ്യാൻ സാധിക്കും? ഈ ഒരു റെമിഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ആൻഡ് ദെയർ ഏജ് ഷുഡ് ബി ഡിറ്റർമൈൻഡ് ബേസ്ഡ് ഓൺ ദ മെട്രിക്കുലേഷൻ ഓഫ് ബർത്ത് സർട്ടിഫിക്കറ്റ്. ബർത്ത് സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് വേണം അവരുടെ ഏജും കാര്യങ്ങളൊക്കെ നിർണ്ണയിക്കേണ്ടെന്ന കാര്യവും കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാറ്റഗറിയിൽ പെടുന്ന ആളുകൾക്കാണ് ഈ പറഞ്ഞ റെമിഷൻ എന്നുള്ള കാര്യം വെച്ചുകൊണ്ടിട്ട് അവരുടെ ശിക്ഷാ ഇളവിൽ ഈ പറഞ്ഞ പോലെ ശിക്ഷയിൽ ഇളവ് ലഭിക്കാനായിട്ട് അർഹതയുള്ളവരെന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. അപ്പോൾ എന്തായാലും ഇത്തരത്തിൽ ഈ പറഞ്ഞ റെമിഷൻ കിട്ടിയ ആ ഒരു 11 പേരുടെയും കാര്യത്തിലേക്കാണ് സുപ്രീം കോടതിയിൽ കേസ് ഈ പറഞ്ഞ പോലെ അപ്പീൽ ഫയൽ ചെയ്യും. സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ഹീനിയസ് ക്രൈംസ് കണ്ടക്ട് ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ ഇവർക്കെതിരായിട്ട് ഈ പറഞ്ഞ പോലെ ആ ഒരു റെമിഷൻ കൊടുക്കാനായിട്ട് ഇവർക്ക് അർഹതയില്ല എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ടിട്ടാണ് അവരുടെ ആ ഒരു റെമിഷൻ ക്യാൻസൽ ഔട്ട് ചെയ്ത് എത്രയും പെട്ടെന്ന് അവരെ ജയിലിലേക്ക് മടക്കി അയക്കണം എന്നുള്ള രീതിയിലേക്ക് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇതിനകത്ത് എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂ റെമിഷന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി വെച്ചേക്കാം. ഇനി നമ്മൾ 2ാമത്തെ ആർട്ടിക്കിളിലേക്ക് മൂവ് ഓൺ ചെയ്യുവാണ്. ഷോർട്ട് ആർട്ടിക്കിൾ ആണ്. DGCA റിവൈസസ് ഡ്യൂട്ടി നോംസ് ഫോർ പൈലറ്റ്സ് അലൗസ് മോർ റെസ്റ്റ് ആൻഡ് ഫ്യൂവർ നൈറ്റ് ഫ്ലൈറ്റ്സ് എന്നുള്ളതാണ് ഈ ആർട്ടിക്കിൾ ഹെഡ്ലൈൻ ആയിട്ട് വായിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കേണ്ട DGC അഥവാ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷനെ കുറിച്ചിട്ടാണ് പഠിക്കേണ്ടത്. നമ്മുടെ രാജ്യത്തെ ഈ പറഞ്ഞ പോലെ എയർക്രാഫ്റ്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സിവിൽ ഏവിയേഷൻ മേഖലയെ കൃത്യമായിട്ടും റെഗുലേറ്റ് ചെയ്യുന്നു, അതിനെ കൺട്രോൾ ചെയ്യുന്നു DGC ആണ്, ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ആണ്. റീസെന്റ് നിങ്ങളൊരു വാർത്ത കേട്ട് കാണുമായിരിക്കും. ന്യൂയോർക്ക് മീൻസ് അമേരിക്കയിൽ ഈ പറഞ്ഞ പോലെ അലാസ്ക എയർലൈൻസിന്റെ ഈ പറഞ്ഞ പോലെ ഒരു വിമാനമായിരുന്നു അലാസ്ക എയർലൈൻസ്. അത് 16,000 അടിയിൽ 16,000 ഫീറ്റിൽ പറന്നുകൊണ്ടിരുന്ന സമയത്ത് അതിന്റെ ഒരു എമർജൻസി ഡോർ ഈ പറഞ്ഞ പോലെ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. സോ അതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സേഫ്റ്റി കൺസേൺ ആണ്. അതുകൊണ്ട് തന്നെ അതൊരു ബോയിങ് 737-8 വിഭാഗത്തിൽപ്പെടുന്നൊരു വിമാനം കൂടിയായിരുന്നു. സോ ആ ഒരു വിമാനം നിലവിൽ ഈ പറഞ്ഞ പോലെ റൺ ചെയ്യുന്ന എല്ലാ എയർലൈൻ കമ്പനീസും അത് എത്രയും പെട്ടെന്ന് ഗ്രൗണ്ട് ചെയ്ത് അതിന്റെ ഈ പറഞ്ഞ പോലെ ആ ഒരു പർട്ടിക്കുലർ ഡോർ വിൻഡോ ഈ പറഞ്ഞ പോലെ സേഫ് ആണ് എന്ന രീതിയിലേക്ക് എൻഷുർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് റെഗുലേഷൻസ് കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തയിലുണ്ടായിരുന്നു. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്ത്യയിൽ ആ ഒരു ഗ്ലോബൽ റെഗുലേഷൻ ഇന്ത്യയിൽ നടപ്പാക്കുന്നത് ഈ DGCയുടെ ഭാഗമായിട്ടാണ്. DGCA അത്തരത്തിലുള്ള വിമാനങ്ങൾ ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന എയർലൈൻസിന്റെ ഒക്കെ തന്നെ വിമാനങ്ങൾ പരിശോധന നടത്തിയിട്ട് ഇന്നിപ്പം പത്രത്തിലുണ്ടായിരുന്നു അതിന് ഓക്കെ സർട്ടിഫിക്കറ്റ് ക്ലിയറൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു പറഞ്ഞുകൊണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ രാജ്യത്ത് സിവിൽ ഏവിയേഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട റെഗുലേഷൻസ് കൈകാര്യം ചെയ്യുന്ന അതോറിറ്റിയാണ് DGC എന്നുള്ളൊരു കാര്യം ഓർക്കുക. അത് മാത്രമല്ല ഇന്ത്യയിലെ സിവിൽ ഏവിയേഷൻ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അത് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റ് കൂടിയാണ്. ലോകത്തിൽ ഇപ്പം തന്നെ പറയുവാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ 3ാമത്തെ ഈ പറഞ്ഞ പോലെ സിവിൽ ഏവിയേഷൻ മാർക്കറ്റാണ് ഇന്ത്യയുടെ എന്നുള്ള കാര്യം ഓർക്കാം. വർഷാവർഷവും ഓൾമോസ്റ്റ് 140 മില്യൺ ആളുകളെയാണ് നമ്മൾ ഈ പറഞ്ഞ സിവിൽ ഏവിയേഷന്റെ ഭാഗമായിട്ട് യാത്ര ചെയ്യുന്നുള്ളൊരു കാര്യം ഓർത്തിരിക്കണം. അത് ഇനിയും വളരാനായിട്ടാണ് തീർച്ചയായിട്ടും സാധ്യതയുള്ളൂ. കാരണം ഇന്ത്യ ഒരു ഡെവലപ്പിംഗ് കൺട്രിയാണ്. തീർച്ചയായിട്ടും ആ കണക്കുകൾക്കൊക്കെ തന്നെ വളരാനായിട്ട് ഒരുപാട് സാധ്യതയുണ്ട്. സോ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇപ്പം വരുമ്പോഴേക്കും ഒരുപാട് ഈ പറഞ്ഞ പോലെ പൈലറ്റ്മെൻ എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യുന്ന ഈ പറഞ്ഞ പോലെ പൈലറ്റ്സിന്റെ ഡ്യൂട്ടിയിൽ ഈ പറഞ്ഞ പോലെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ടിട്ടാണ് DGC ഇപ്പോൾ പൈലറ്റ്സിന്റെ ഡ്യൂട്ടി നോംസ് റിവൈസ് ചെയ്തിരിക്കുന്നു. അവർക്ക് ഈ പറഞ്ഞ പോലെ കൂടുതൽ റെസ്റ്റ് അനുവദിക്കുന്നതും ഈ പറഞ്ഞ പോലെ നൈറ്റ് ഫ്ലൈറ്റ്സ് കുറയ്ക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നത്. എന്തായാലും ആ തീരുമാനങ്ങളും കാര്യങ്ങളും നമുക്ക് എക്സാമിന് ആവശ്യം പറ്റില്ല. നമുക്ക് ആവശ്യം വരുന്ന DGCയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അത് ഈ സ്ലൈഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ഇറ്റ്സ് ആൻ അറ്റാച്ച്ഡ് ഓഫീസ് ഓഫ് മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷൻ
ഏവിയേഷന്റെ കീഴിൽ വരുന്ന ഒരു ഓഫീസാണ് DGCA. ആൻഡ് ഇറ്റ്സ് എ റെഗുലേറ്ററി ബോഡി ഓഫ് ദ ഫീൽഡ് ഓഫ് സിവിൽ ഏവിയേഷൻ, പ്രൈമർലി ഡീലിംഗ് വിത്ത് സേഫ്റ്റി ഇഷ്യൂസുമായിട്ട് ബന്ധപ്പെട്ട പ്രൈമർലി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന നമ്മുടെ സിവിൽ ഏവിയേഷന്റെ ഒരു റെഗുലേറ്ററി ബോഡിയാണ് DGCA. ആൻഡ് ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ റെഗുലേഷൻ ഓഫ് എയർ ട്രാൻസ്പോർട്ട് സർവീസസ് ടു ഓർ ഫ്രം ഓർ വിത്തിൻ ഇന്ത്യ ആൻഡ് ഫോർ എൻഫോഴ്സ്മെന്റ് ഓഫ് സിവിൽ എയർ റെഗുലേഷൻസ്, എയർ സേഫ്റ്റി ആൻഡ് എയർ വർത്തിനെസ് സ്റ്റാൻഡേർഡ്സ് ഒക്കെ തന്നെ ഇഷ്യൂ ചെയ്യാനുള്ള അധികാരം ആർക്കാണുള്ളത്? DGCA എന്നുള്ള കാര്യം ഓർക്കാം. ആൻഡ് ഓൾസോ കോർഡിനേറ്റ്സ് ഓൾ റെഗുലേറ്ററി ഫംഗ്ഷൻസ് വിത്ത് ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ. അതുകൊണ്ടാണ് റീസെന്റ് ആ ഒരു ബോയിങ് വിമാനത്തിന്റെ ആ ഒരു സേഫ്റ്റി കൺസേൺസ് വന്നപ്പോഴേക്കും അത് ഇന്ത്യയിൽ നടപ്പാക്കിയത് DGCA-യിലൂടെയാണെന്നുള്ളൊരു കാര്യം ഓർത്ത് വെച്ചേക്കാം. അപ്പം DGCA-യുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും പോയിന്റ് നമുക്ക് എക്സാമിന് ആവശ്യമായിട്ട് വന്നേക്കാം. ഇനി അടുത്ത മൂന്നാമത്തെ ആർട്ടിക്കിളാണ്, എഡിറ്റോറിയൽ പേജിലെ ആർട്ടിക്കിളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അണ്ടർസ്റ്റാൻഡിംഗ് യൂറോപ്യൻ യൂണിയൻസ് കാർബൺ ബോർഡർ ടാക്സ് എന്നുള്ളതാണ് വാർത്തയായിട്ട് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് പരീക്ഷയ്ക്ക് വളരെയധികം ആവശ്യമായിട്ട് വരുന്നതാണ്, മെയിൻസിനാണെങ്കിലും അതുപോലെ തന്നെ പ്രിലിംസിനാണെങ്കിലും. കാരണം മെയിൻസിന്റെ പെർസ്പെക്റ്റീവ് നോക്കുവാണെങ്കിൽ ഇത് എക്കോളജി ആൻഡ് എൻവയോൺമെന്റ് ടോപ്പിക്കിനകത്താണ് മെയിനായിട്ട് ആവശ്യം വരുന്നത്, യൂറോപ്യൻ യൂണിയൻസ് കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് ടാക്സുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ എന്താണ് ഈ കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് ടാക്സ് എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിൾ എൻ്റയർലി ഡിസ്കസ് ചെയ്യുന്നു, ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ടും അതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. So European Union's carbon border tax or carbon border adjustment tax is a policy measure that aims to put a fair price on the carbon emissions generated during the production of certain goods imported into the EU. അതായത് ജസ്റ്റ് സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ, ഇപ്പോൾ സപ്പോസ് നമ്മൾ ഇപ്പം ഇന്ത്യയിൽ നിന്നും ഇപ്പം ഇത് യൂറോപ്യൻ യൂണിയൻ എന്ന് വിചാരിക്കാം. ഓക്കെ, യൂറോപ്യൻ യൂണിയൻ ആണ്, ഇത് ഇന്ത്യയാണ്. ഓക്കെ, ഇപ്പോൾ യൂറോപ്യൻ യൂണിയനിലേക്ക് ഇന്ത്യയിൽ നിന്നും ഒരു അയൺ റോഡ്, ഒരു സ്റ്റീൽ, ഈ പറഞ്ഞ പോലെ സ്റ്റീൽ നിർമ്മിതി ചെയ്ത് ഒരു അയൺ റോഡ് ഇങ്ങോട്ടേക്ക് വരിക എന്ന് വിചാരിക്കാം. ഓക്കെ, അയൺ റോഡാണ്. അയൺ റോഡ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇവിടെ ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്തിട്ട് യൂറോപ്യൻ യൂണിയനിലേക്ക് കയറ്റുമതി ചെയ്യുകയാണ്. സോ ഇതിന് ബേസിക്കലി അതേപോലത്തെ അതേ സിമിലർ കാറ്റഗറൈസേഷൻ അല്ലെങ്കിൽ അതേ ഗ്രേഡുള്ള അയൺ റോഡ്സ് യൂറോപ്യൻ യൂണിയനിൽ മാനുഫാക്ചർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ മാനുഫാക്ചർ ചെയ്യുന്ന ഈ അയൺ റോഡിന് അത് മാനുഫാക്ചർ ചെയ്യാനായിട്ട് സെയിം സിമിലർ അളവും കാര്യങ്ങളും വെയിറ്റും കാര്യങ്ങളെല്ലാം സെയിം ആണ്. അത്തരത്തിലുള്ള ഒരു അയൺ റോഡ് യൂറോപ്യൻ യൂണിയനിൽ മാനുഫാക്ചർ ചെയ്യാൻ എത്ര യൂണിറ്റ് കാർബൺ നമ്മൾ അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളുന്നുണ്ടെന്നുള്ള മെഷർ ചെയ്തെടുക്കും. അതായത് ഈ പറഞ്ഞ പോലെ തീർച്ചയായിട്ടും ഇത് ഫർണസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണല്ലോ മെഷർ ചെയ്ത് ഈ ഒരു എന്താ പറയുക പ്രൊഡക്ഷൻ ഒക്കെ നടക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അറ്റ്മോസ്ഫിയറിലേക്ക് ഒരുപാട് കാർബൺ ഡയോക്സൈഡ് എമിഷൻസ് ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ യൂറോപ്യൻ യൂണിയനിൽ എത്രമാത്രം കാർബൺ ഡയോക്സൈഡ് എമിഷൻസ് ആണ് നടക്കുന്ന മെഷർ ചെയ്യും. അതിനേക്കാൾ കൂടുതൽ കാർബൺ എമിറ്റ് ചെയ്തിട്ടാണ് ഇന്ത്യയിൽ ഇതേ അയൺ റോഡ് ഉൽപ്പാദിപ്പിച്ചതെങ്കിൽ ഈ അയൺ റോഡ് യൂറോപ്യൻ യൂണിയൻ മാർക്കറ്റിലേക്ക് വരുമ്പോഴേക്കും അതിന്മേൽ ഈടാക്കുന്ന ടാക്സിന്റെ പേരാണ് കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം ടാക്സ് എന്ന് പറയുകയാണെങ്കിൽ. ഒന്നുമില്ല, ഒരേ സിമിലർ ആയിട്ടുള്ള രണ്ട് ഗുഡ്സ് ഈ പറഞ്ഞ പോലെ യൂറോപ്യൻ യൂണിയനിൽ മാനുഫാക്ചർ ചെയ്യാൻ വിചാരിക്കുക, ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലും മാനുഫാക്ചർ ചെയ്യാൻ വിചാരിക്കാം. എന്നിട്ട് ഈ രണ്ട് രാജ്യങ്ങളിലും ഇതേ സാധനം മാനുഫാക്ചർ ചെയ്യാൻ എത്ര യൂണിറ്റ് കാർബൺ അറ്റ്മോസ്ഫിയറിലേക്ക് എമിറ്റ് ചെയ്തു എന്ന് കരുതപ്പെടുന്നു. എന്നിട്ട് എത്രയാണോ ഈ വ്യത്യാസം, അതായത് ഒബ്വിയസ്ലി യൂറോപ്യൻ യൂണിയൻ ഒരു ഡെവലപ്ഡ് കൺട്രി ഒക്കെ ആയതുകൊണ്ട് തീർച്ചയായിട്ടും അഡ്വാൻസ്ഡ് ടെക്നോളജി ഉപയോഗിച്ചിട്ടായിരിക്കും അവർ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഇത്തരത്തിൽ ഇന്ത്യ പോലുള്ള ഡെവലപ്പിംഗ് കൺട്രീസിൽ നിന്ന് വരുന്ന പ്രൊഡക്റ്റുകളെക്കാളും കുറവ് കാർബൺ എമിറ്റ് ചെയ്തിട്ടായിരിക്കും അവർ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ അപ്പോൾ ആ ഒരു വ്യത്യാസത്തിനെ ടാക്സ് ചെയ്യുന്നതിനെയാണ് കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് ടാക്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഇന്ത്യ പോലുള്ള ഡെവലപ്പിംഗ് കൺട്രീസിൽ നിന്ന് വരുന്ന പ്രൊഡക്റ്റിനെ അത് നെഗറ്റീവായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. കാരണം ടാക്സ് എന്ന് പറയുമ്പോഴേക്കും അതിന്റെ വില വർദ്ധിപ്പിക്കുന്ന ഒരു ഘടകമാണ്. സോ തീർച്ചയായിട്ടും ഇന്ത്യയിൽ നിന്നുള്ള നമ്മൾ ചീപ്പർ ആയിട്ടുള്ള ഗുഡ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴും നമ്മൾ വലിയ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസ് ഉപയോഗിക്കാണ്ട് നമ്മളിപ്പോൾ നമ്മൾ പറയുവാണെങ്കിൽ സ്റ്റീൽ ഫർണസിലൊക്കെ ആണെങ്കിൽ ഉപയോഗിക്കുന്ന കോളാണ് ഒരു ഫ്യൂലൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും കാർബൺ എമിഷൻസും കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും ആ ഒരു ലോ കോസ്റ്റിൽ പ്രൊഡ്യൂസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. സോ ഇവിടെ യൂറോപ്യൻ യൂണിയൻ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവരുടെ 2030 ഭാഗമായിട്ട് അതായത് അറ്റ്ലീസ്റ്റ് 50% കാർബൺ ഡയോക്സൈഡ് എമിഷൻ അഥവാ ഗ്രീൻ ഹൗസ് എമിഷൻസ് ഈ പറഞ്ഞ പോലെ കുറയ്ക്കണം എന്നുള്ള അവരുടെ ടാർഗറ്റിന്റെ പശ്ചാത്തലത്തിൽ, അതായത് ഫിറ്റ് ഫോർ 55 എന്നുള്ള അവരുടെ ചലഞ്ചാണ്. 2023 പാക്കേജിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഈ പറഞ്ഞ പോലെ ഒരുപാട് കാർബൺ എമിറ്റ് ചെയ്ത് ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡക്റ്റിന്മേൽ അത് ഈ പറഞ്ഞ യൂറോപ്യൻ യൂണിയൻ മാർക്കറ്റിലേക്ക് വരുമ്പോഴേക്കും യൂറോപ്യൻ യൂണിയൻ എന്ത് ഈടാക്കുന്നത്, കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് ടാക്സ് ഈടാക്കുന്ന ഒരു കാര്യം ഓർത്ത് വെച്ചേക്കാം. എസ്പെഷ്യലി ഇത് ഈടാക്കുന്ന സിമെന്റ്, അയൺ ആൻഡ് സ്റ്റീൽ, അലുമിനിയം, ഫെർട്ടിലൈസേഴ്സ്, ഇലക്ട്രിസിറ്റി ആൻഡ് ഹൈഡ്രജൻ തുടങ്ങിയ സാധനങ്ങളിലായിരിക്കും ഈ ഒരു കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് ടാക്സ് ബേസിക്കലി ഈടാക്കാൻ പോകുന്നത്. ഇത് തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞു, ഇന്ത്യയൊക്കെയാണ് പ്രധാനമായിട്ടും യൂറോപ്യൻ മേഖലയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഈ അയൺ ആൻഡ് സ്റ്റീലും അതേപോലെ അലുമിനിയം, സിമെന്റ് ഒക്കെ നമ്മൾ ഇവിടുന്ന് കയറ്റുമതി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ നമ്മൾ കൂടുതലായിട്ട് ഈ പറഞ്ഞ പോലെ കോളൊക്കെ ഉപയോഗിച്ചിട്ട് ഈ പറഞ്ഞ പോലെ ഫർണസ് റൺ ചെയ്യുന്ന തീർച്ചയായിട്ടും കാർബൺ ഡയോക്സൈഡ് എമിഷൻസ് കൂടുതലുണ്ടാവും. സോ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്ന പ്രൊഡക്റ്റിന്മേൽ ഈ ഒരു ടാക്സ് നെഗറ്റീവായിട്ട് ബാധിക്കാൻ സാധ്യതയുള്ള രീതിയിലാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത്. ഇപ്പം കുറച്ച് നാളായി ഇത് വാർത്തയിൽ വന്നിട്ട്. അപ്പോൾ എന്തായാലും ഇതിന്മേൽ ഈ പറഞ്ഞ പോലെ ഇന്ത്യ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇന്ത്യയുടെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ പറഞ്ഞ പോലെ ഒന്നാമത്തെ കാര്യം പറയുവാണെങ്കിൽ പാരീസ് ക്ലൈമറ്റ് ചേഞ്ച് എഗ്രിമെന്റിന്റെ തന്നെ ഈ പറഞ്ഞ പോലെ പ്രിൻസിപ്പിളിന് വിരുദ്ധമാണ് ഈ ഒരു UK ഈ ഒരു പ്ലാൻ എന്നുള്ള രീതിയിലാണ് ഇന്ത്യ പറയുന്നത്. കാരണം നമ്മൾ പാരീസ് ക്ലൈമറ്റ് ചേഞ്ച് എഗ്രിമെന്റിനകത്ത് ഒപ്പിട്ടതാണ് കോമൺ ബട്ട് ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റീസ്, അതായത്
ഡെവലപ്ഡ് കൺട്രീസ് കൂടുതൽ ഈ പറഞ്ഞ പോലെ കാരണം ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ ക്ലൈമറ്റ് ചേഞ്ചിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ ഇന്നത്തെ ഈ ഡെവലപ്ഡ് കൺട്രീസ് ആണ്. കാരണം അവർ പണ്ട് കാലങ്ങളിൽ അറ്റ്മോസ്ഫിയറിനെ മാക്സിമം ഈ പറഞ്ഞ പോലെ പൊല്യൂട്ട് ചെയ്തിട്ടാണ് ഇന്ന് അവരെല്ലാം ഡെവലപ്ഡ് കൺട്രീസ് ആയത്. സോ ഇന്നിപ്പോൾ ഡെവലപ്പിംഗ് ആയിട്ടുള്ള രാജ്യങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോഴേക്കും അതിന് ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ പോലെ ശരിയാണ്, ഈ പറഞ്ഞ പോലെ ക്ലൈമറ്റ് ചേഞ്ചിനെ എല്ലാവർക്കും തടയാൻ ബാധ്യതയുണ്ട്. ബട്ട് ഡെവലപ്പിംഗ് കൺട്രീസിന് അങ്ങനെയുള്ള ടെക്നോളജീസ് കൊണ്ടുവരണമെങ്കിൽ കൂടുതൽ ഫിനാൻഷ്യൽ ബർഡൻ ഒരുപക്ഷെ ഉണ്ടാക്കേണ്ടതായിട്ട് വരും. പക്ഷേ ഡെവലപ്ഡ് കൺട്രീസിന് അതൊരു വലിയൊരു പ്രശ്നമല്ല. കാരണം അവർ ഓൾറെഡി അവർക്ക് ഇൻകം ലെവലൊക്കെ വർധനമുള്ള കാരണം അവർക്ക് പുതിയ പുതിയ ടെക്നോളജീസ് ഉപയോഗിക്കാം. സോ കോമൺ ബട്ട് ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഈ പറഞ്ഞ പോലെ ക്ലൈമറ്റ് ചേഞ്ചിനെതിരായിട്ട് ആക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ആക്ട് ചെയ്യേണ്ടത് ആരാണ്? ഡെവലപ്ഡ് കൺട്രീസ് ആണ്. അല്ലാണ്ട് ഡെവലപ്പിംഗ് കൺട്രീസിനെ ആ മേഖലയിലേക്ക് പുഷ് ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ ഇന്ത്യ പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ശരിക്കും പറഞ്ഞാൽ യൂറോപ്യൻ യൂണിയൻ ചെയ്യുന്നത് ഇപ്പം ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് അങ്ങോട്ടേക്ക് കൂടുതൽ വസ്തുക്കൾ വരണമെങ്കിൽ കൂടുതൽ ടെക്നോളജീസ് ഉപയോഗിക്കണം. ഇന്ത്യ ആണെങ്കിലും നല്ല നല്ല ടെക്നോളജീസ് ഉപയോഗിച്ച് കാർബൺ എമിഷൻസ് കുറയ്ക്കണം എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. പക്ഷേ അത് ഈ ഒരു കോമൺ ബട്ട് ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റീസിന് എതിരാണെന്നുള്ള രീതിയിലാണ് നമ്മളും പറയുന്നത്. ആൻഡ് രണ്ടാമത്തെ ഒരു കാര്യം ഇന്ത്യ പുട്ട് ഫോർവേഡ് ചെയ്യുന്നത് യൂറോപ്യൻ യൂണിയൻ ഇൻ കേസ് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഇത്തരത്തിലുള്ള ഗുഡ്സിന്മേൽ ടാക്സ് കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പിരിച്ചെടുക്കുന്ന കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് ടാക്സ് ഈ രാജ്യങ്ങളിൽ ഏത് രാജ്യങ്ങളിൽ നിന്ന് വന്ന പ്രൊഡക്റ്റിന്മേലാണ് അത് പിരിച്ചെടുത്ത് ആ വന്ന രാജ്യത്ത് ഈ പറഞ്ഞ പോലെ ബെറ്റർ ടെക്നോളജീസ് ഒക്കെ തന്നെ കൊണ്ടുവരാനായിട്ട് ഉള്ള ഫിനാൻഷ്യൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഉപയോഗിക്കണം എന്നുള്ള രീതിയിലാണ്. അല്ലാണ്ട് യൂറോപ്യൻ യൂണിയന്റെ ഫിനാൻഷ്യൽ കാര്യങ്ങൾക്കായിരിക്കും ഉപയോഗിക്കേണ്ടത്. ഈ പ്രൊഡക്റ്റുകൾ വന്ന രാജ്യങ്ങളിലെ ഫിനാൻഷ്യൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഉപയോഗിക്കണം എന്ന രീതിയിലും ഇന്ത്യ പറയുന്നുണ്ട്. യൂറോപ്യൻ യൂണിയൻ കുഡ് കളക്ട് ദ ടാക്സ് ആൻഡ് റിട്ടേൺ ദ ഫണ്ട്സ് ടു സച്ച് countries to invest in their green ടെക്നോളജീസ് എന്നുള്ളൊരു പോയിന്റും ഇന്ത്യ പറയുന്നതാണ്. ഇത്രയും പോയിന്റാണ് ഈ ഒരു ആർട്ടിക്കിളിൽ നിന്ന് പഠിക്കാനുള്ളത്. എന്താണ് കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് ടാക്സ് എന്നുള്ള രീതിയിലാണ് ഓർത്തിരിക്കേണ്ടത്. കാർബൺ എമിഷൻസുമായിട്ട് ബന്ധപ്പെട്ട ടാക്സ് ആണ്. കാർബൺ എമിഷൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടാക്സ് കൊണ്ടുവന്നിരിക്കുന്നത്. അത് ഇതിന്റെ ഭാഗമാണെന്നുള്ള കാര്യം ഓർക്കുക. യുകെയുടെ അഥവാ യൂറോപ്യൻ യൂണിയന്റെ ഫിറ്റ് ഫോർ 55 in 2030 പാക്കേജിന്റെ ഭാഗമാണ്. അത് പ്രകാരമാണ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് ഷുഡ് ബി റെഡ്യൂസ്ഡ് ബൈ അറ്റ്ലീസ്റ്റ് 50% ബൈ 2030. ലെവൽ നോക്കുവാണെങ്കിൽ 1990യുടെ ലെവൽ വെച്ച് 1990യിൽ എന്തായിരുന്നു അവർ കാർബൺ ഡയോക്സൈഡ് എമിഷൻ നടന്നുകൊണ്ടിരുന്നത് അതിനേക്കാൾ 50% കുറവ് 2030 ആകുമ്പോഴേക്കും ഉണ്ടായിരിക്കണം എന്ന രീതിയിലാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു പോയിന്റാണ്, ഇത്രയും പോയിന്റാണ് ഈ ഒരു ആർട്ടിക്കിൾ നമുക്ക് മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഇനി അടുത്തൊരു ആർട്ടിക്കിളാണ് GI ടാക്സുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് നമ്മൾ നോക്കാനുള്ളത്. എക്സ്പ്ലോറിംഗ് ഇന്ത്യസ് ഡൈവേഴ്സ് കൾച്ചറൽ ഹെറിറ്റേജ് ത്രൂ GI ടാക്സ്. ഓക്കെ, അപ്പൊ എന്താണ് ഈ ഒരു വാർത്ത എന്ന് പത്രത്തിൽ വരാൻ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ തേഴ്സ്ഡേയിൽ ഈ പറഞ്ഞ പോലെ ഓൾമോസ്റ്റ് 17 പ്രോഡക്ട്സുകൾക്ക് നമ്മൾ GI ടാഗ് അനുവദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ പറഞ്ഞ പോലെ 6 സ്റ്റേറ്റ്സിലും യൂണിയൻ ടെറിട്ടറീസിലും ഒക്കെ ആയിട്ട് കിടന്ന് 17ഓളം പ്രൊഡക്റ്റുകൾക്കാണ് നമ്മൾ GI ടാഗ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിനകത്ത് ഈ പറഞ്ഞ പോലെ പ്രധാനപ്പെട്ട 1-2 പ്രൊഡക്റ്റ് പറയുവാണെങ്കിൽ ഒഡീഷയിലെ ധോങ്ക്രിയ ഖൊന്ദ് ഷോളിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ സുന്ദർബാൻ ഹണിക്കും വെസ്റ്റ് ബംഗാളിൽ നിന്നുള്ള സുന്ദർബാൻ ഹണിക്കും ഈ പറഞ്ഞ പോലെ GI പദവി ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ പദവി ബേസിക്കലി കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു പോയിന്റ് ഓർത്തിരിക്കണം. അപ്പോൾ ഇതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും വരാൻ പോകുന്ന എക്സാംസിന് GIയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. സോ എന്താണ് GI അഥവാ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ it's an indication used to identify goods having special characteristics originating from a definite geographical territory. ഒരു ഡെഫിനിറ്റ് ജോഗ്രഫിക്കൽ ടെറിട്ടറിയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രൊഡക്റ്റിന്മേൽ കൊടുക്കുന്ന സ്പെഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഐഡന്റിഫിക്കേഷൻ ആണ് GI എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കണം. ഉദാഹരണം പറയുവാണെങ്കിൽ നമ്മളെ ഡാർജിലിംഗ് ടീ, അതേപോലെ നിലമ്പൂർ ടേക്ക്, അതേപോലെ ഈ പറഞ്ഞ പോലെ നമ്മുടെ മറയൂർ ജാഗറി തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ GI പദവിയുള്ളതാണ്. ആ ഒരു പ്രോഡക്റ്റ് എവിടെ നിന്ന് വന്നു എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് ആ പേരിൽ തന്നെ മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ആൻഡ് ജോഗ്രഫിക്കൽ ഐഡന്റിഫിക്കേഷൻസ് ഓഫ് ഗുഡ്സ് രജിസ്ട്രേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ആക്ട് 1999 പ്രകാരമാണ് ഇത്തരത്തിൽ പ്രൊഡക്റ്റുകൾക്ക് രജിസ്ട്രേഷനും പ്രൊട്ടക്ഷനും ഒക്കെ തന്നെ കൊടുക്കുന്നുള്ളൊരു കാര്യം ഓർത്ത് വെച്ചേക്കണം. ഇനി WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ എഗ്രിമെന്റ് ഓൺ ട്രേഡ് റിലേറ്റഡ് ആസ്പെക്ട്സ് ഓഫ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് പ്രകാരമാണ് നമ്മുടെ GI ഐഡന്റിഫിക്കേഷൻ ഓഫ് ഗുഡ്സ് ആക്ട് 1999 പ്രവർത്തിക്കുന്ന ഒരു പോയിന്റും ഓർത്ത് വെച്ചേക്കാം. ഇനി പ്രധാനമായിട്ടും എന്തൊക്കെ വസ്തുക്കൾക്കാണ് GI പദവി കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഗ്രികൾച്ചർ പ്രൊഡക്റ്റിന് കൊടുക്കാം, നാച്ചുറൽ പ്രൊഡക്ട്സിനോ മാനുഫാക്ചർ പ്രൊഡക്ട്സിനോ കൊടുക്കാൻ സാധിക്കും. ഇത് പലപ്പോഴും പ്രിലിംസിന് വേണമെങ്കിൽ ചോദിക്കാം. ഒൺലി അഗ്രികൾച്ചർ അല്ലെങ്കിൽ ഒൺലി നാച്ചുറൽ പ്രൊഡക്ട്സ് ക്യാൻ ബി അവോർഡഡ് GI ടാഗ് എന്നുള്ള രീതിയിൽ ചോദിക്കാം. അത് തെറ്റാണ്. കാരണം അഗ്രികൾച്ചർ പ്രൊഡക്ട്സിന് കൊടുക്കാം, നാച്ചുറൽ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ മാനുഫാക്ചർ പ്രൊഡക്ട്സിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, GI പദവി കൊടുക്കാം എന്നുള്ളൊരു കാര്യം ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, ഇത്രയും പോയിന്റാണ് ആ ഒരു ആർട്ടിക്കിൾ നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം കൂടെ ഓർത്തിരിക്കുക, എന്താണ് സിഗ്നിഫിക്കൻസ് ഉള്ളത്, ഇത്തരത്തിൽ GI ടാഗ് കിട്ടുന്നതിനുള്ള സിഗ്നിഫിക്കൻസ് നേട്ടങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൺസ് എ പ്രോഡക്റ്റ് ഗെറ്റ്സ് ദിസ് ടാഗ് എനി പേഴ്സൺ ഓർ കമ്പനി കനോട്ട് സെൽ എ സിമിലർ ഐറ്റം അണ്ടർ ദാറ്റ് നെയിം. ഇപ്പം നമ്മൾ മറയൂർ ശർക്കര എന്ന് പറഞ്ഞ രീതിയിൽ മറയൂർ ജാഗരയ്ക്ക് നമ്മൾ GI ടാഗ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേറൊരു ഈ പറഞ്ഞ കേരളത്തിലെ വേറെ എവിടെയെങ്കിലും ഉൽപ്പാദിപ്പിച്ച ശർക്കരയ്ക്ക് നമുക്ക് ഒരിക്കലും മറയൂർ ശർക്കര എന്ന പേര് കൊടുക്കാൻ പറ്റത്തില്ല. കാരണം അത് കേസ് രേഖപ്പെടുത്തി പോകും. കാരണം മറയൂർ ശർക്കര എന്ന പേര് കൊടുക്കാൻ പറ്റുന്ന ആ മറയൂർ മേഖലയിൽ ഉൽപ്പാദിപ്പിച്ച ശർക്കരയ്ക്ക് മാത്രമേ ആ ഒരു പേര് കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. സോ വൺസ് എ പ്രോഡക്റ്റ് ഗെറ്റ്സ് ദിസ് ടാഗ് എനി പേഴ്സൺ ഓർ കമ്പനി കനോട്ട് സെൽ എ സിമിലർ ഐറ്റം അണ്ടർ ദാറ്റ് നെയിം. GI രജിസ്ട്രേഷൻ ഓഫ് എ പ്രോഡക്റ്റ് പ്രൊവൈഡ്സ് ഇറ്റ് ലീഗൽ പ്രൊട്ടക്ഷൻ ആൻഡ് പ്രിവെൻഷൻ അഗെയിൻസ്റ്റ് അൺഓതറൈസ്ഡ് യൂസ് ബൈ അതേഴ്സ്. മറ്റുള്ളവർ അനാവശ്യമായിട്ട് ഉപയോഗിക്കുന്നത് തടയാനായിട്ട് സാധിക്കും. ആൻഡ് GI ടാഗ്
ഹെൽപ്സ് ഇൻ പ്രൊമോട്ടിംഗ് ദ എക്സ്പോർട്സ് ഓഫ് ദ പ്രോഡക്ട്സ്. എക്സ്പോർട്ട് സെൻട്രിക് ആക്കി പ്രോഡക്റ്റിനെ മാറ്റാൻ സഹായിക്കും. ആൻഡ് ഓൾസോ പ്രൊവൈഡ്സ് കംഫർട്ട് ടു കസ്റ്റമേഴ്സ് അബൌട്ട് ദ ഒത്തന്റിസിറ്റി ഓഫ് ദാറ്റ് പ്രോഡക്റ്റ്. ഒരു പ്രോഡക്റ്റിന്റെ ഒത്തന്റിസിറ്റി വിലയിരുത്താനായിട്ടും GI ടാഗ് സഹായിക്കും എന്നുള്ളൊരു കാര്യം ഓർത്ത് വെച്ചേക്കാം. ഇത്രയും പോയിന്റ് ആയിരുന്നു ഇന്നത്തെ DNA നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്ത എല്ലാ ടോപ്പിക്സും എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.